ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചി വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ഇന്ന് ഹൈക്കോർട്ട് സ്റ്റേഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന ആളുകൾ അത്രയും ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞും നമുക്ക് എൻട്രി ആവണമെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. അതിനും ഒരു സെപ്പറേറ്റ് ക്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 50 രൂപയാണ്. 2 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് തൊട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരൊറ്റ കാർഡിൽ തന്നെ ടിക്കറ്റ് എല്ലാം ഇഷ്യൂ ആവുന്നതാണ്. അപ്പോൾ ഈ കാർഡാണ് നമ്മൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഗേറ്റിൽ സ്വൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്വൈപ്പിലും നമ്മുടെ ആ ടിക്കറ്റ് ഫെയർ ഡിഡക്റ്റ് ആയിട്ട് 1 ബൈ 1 ആയിട്ട് നമുക്ക് എൻട്രി ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കയറാവുന്നതാണ്. ഇത് QR കോഡ് സ്കാനറാണ് കേട്ടോ. അങ്ങനെ അകത്ത് കയറിയാൽ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണം. അവിടെയും കുറേ ആളുകൾ ഓൾറെഡി മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. ശരിക്കും ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് അവിടെ സാധാരണ യാത്ര ചെയ്യുന്നവർ പറഞ്ഞത്. വീക്ക് ഡേയ്സിൽ വരുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടുകയും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു വാട്ടർ മെട്രോയിൽ 96 പേർക്കാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്. അതിൽ എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ടാണ് ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ കൊച്ചുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ വരുന്ന ഒരു ചേച്ചി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുവാണ് ചെയ്തത്. കൊച്ചി വാട്ടർ മെട്രോ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ തന്നെ നേഴ്സിംഗ് മദേഴ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും സെപ്പറേറ്റ് സീറ്റ് ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ചാർജിങ് പോർട്ടുകളും അവൈലബിൾ ആണ്. അപ്പം ഞാൻ എൻ്റെ ഫോൺ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20 മിനിറ്റ് എടുക്കും ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചി എത്താൻ. അതുപോലെ തന്നെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. ആ 20 മിനിറ്റ് അത്രയും നമുക്ക് കൊച്ചി കായലിൻ്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ആ മെട്രോ കാർഡ് നമ്മൾ കളയരുത് കേട്ടോ. അതാണ് എക്സിറ്റ് ഗേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്സാക്കരുത്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി. ഈ 20 മിനിറ്റ്സ് അത്രയും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വാട്ടർ മെട്രോ. പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിവതും വീക്ക് ഡേയ്സിൽ വരാൻ പറ്റുമെങ്കിൽ മാക്സിമം നോക്കണം. കാരണം വീക്കെൻഡ്സൊക്കെ ഒരുപാട് ആളുകൾ ഈ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ കയ്യിൽ എപ്പോഴും കുറച്ച് ക്യാഷ് കരുതുന്നതാണ് നല്ലത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഗൂഗിൾ പേയും കാർഡ് പേയ്മെൻറ്റും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് എന്തായാലും കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. അപ്പോൾ ഓക്കെ, ബൈ.